ദേശാഭിമാനി മുഖപ്രസംഗം 2024 ഫെബ്രുവരി 8. രാഷ്ട്രീയ ലാക്കോടെ ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ്. ഏക സിവിൽ കോഡ് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ആദ്യ സംസ്ഥാന നിയമസഭ ആയിരിക്കുന്നു ഉത്തരാഖണ്ഡ് നിയമസഭ. രാജസ്ഥാനും അസമും അടക്കം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പാതയിലേക്ക് വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രം, പൗരത്വ നിയമ ഭേദഗതി എന്നീ വിഷയങ്ങൾ പോലെ തന്നെ RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ് ഏക സിവിൽ കോഡ്. ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുക, ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികളെ ഭയപ്പെടുത്തി നിർത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ മുസ്ലിം ജനസംഖ്യ താരതമ്യേന കുറവുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഉത്തരാഖണ്ഡ്. ഈ ബിൽ നിയമമാകുന്നതോടെ സ്വാതന്ത്ര്യാനന്തരം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാകും ഇത്. ലിവ് ഇൻ റിലേഷൻ 1 മാസത്തിനുള്ളിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യുക എന്നതടക്കമുള്ള കടുത്ത വ്യവസ്ഥകളാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അവതരിപ്പിച്ച ബില്ലിലുള്ളത്. മനുഷ്യരുടെ സ്വതന്ത്ര വ്യക്തിത്വത്തെ ഹനിക്കുന്ന വ്യവസ്ഥകളാണിവ. വ്യവസ്ഥ ലംഘിക്കുന്ന പക്ഷം 3 മാസം മുതൽ 6 മാസം വരെ തടവോ 1,00,000 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ. 21 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ അപേക്ഷിക്കുന്നതിന് മാതാപിതാക്കളുടെ അനുമതി വേണമെന്നാണ് വ്യവസ്ഥ. പൊതുനയത്തിനും സദാചാരത്തിനും വിരുദ്ധമാണെങ്കിൽ അധികൃതർക്ക് രജിസ്ട്രേഷൻ നിഷേധിക്കാം. ഇതുമാത്രമല്ല, വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ഭൂസ്വത്തിലെ അവകാശം തുടങ്ങിയ കാര്യങ്ങളിൽ എല്ലാ വിഭാഗങ്ങൾക്കും ഒരുപോലെ ബാധകമാകുന്ന വ്യവസ്ഥകൾ ബില്ലിലുണ്ടെന്ന് അറിയുന്നു. വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾ പാലിക്കേണ്ട ഇദ്ദ പോലുള്ള മതപരമായ അനുഷ്ഠാനങ്ങൾ നിരോധിക്കാനും നീക്കമുണ്ട്. ഒരു രാജ്യം, ഒരു മതം, ഒരു വിശ്വാസം, ഒരു ഭാഷ, ഒരു നേതാവ്, ഒരു തെരഞ്ഞെടുപ്പ് എന്നതുപോലെ രാജ്യമൊട്ടുക്ക് ഒരു നിയമം എന്ന ലക്ഷ്യം നടപ്പാക്കാനാണ് സംഘപരിവാർ ശ്രമം. രാജ്യത്തിന്റെ ബഹുസ്വരതയും സാംസ്കാരിക വൈവിധ്യങ്ങളും അംഗീകരിക്കാൻ കഴിയാത്ത പരുഷമായ വർഗീയ പ്രത്യയശാസ്ത്രമാണ് ഇത്തരം ആശയങ്ങളുടെ ഉറവിടം. ഭൂരിപക്ഷ മതമടക്കം രാജ്യത്തെ വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങൾ സ്ത്രീകളുടേത് അടക്കമുള്ള പൗരാവകാശങ്ങൾ ഹനിക്കുന്നതാണ്. ഈ സാഹചര്യത്തിൽ വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുക എന്നല്ലാതെ മറ്റു പോംവഴികളില്ല. ഈ പഴുതുപയോഗിച്ചാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ആശയ അടിത്തറ ഒരുക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നത്. തുല്യനീതിക്ക് വേണ്ടിയും രാജ്യത്തിന്റെ അഖണ്ഡത ഉറപ്പാക്കാൻ വേണ്ടിയുമൊക്കെയാണ് ഏക സിവിൽ കോഡ് എന്ന വാദം നിലനിൽക്കുന്നതല്ല. പൊതുവായ ഭൂരിഭാഗം സിവിൽ നിയമങ്ങളുടെയും കാര്യത്തിൽ രാജ്യത്ത് ഏകതാനതയുണ്ട്. മതവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലാണ് ഏകീകരണമില്ലാത്തത്. ഇന്ത്യ പോലെ അസംഖ്യം ഭാഷകളും എണ്ണിയാൽ തീരാത്തത്ര ജാതികളുമുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് ഏകീകൃതമായ ഒരു സിവിൽ നിയമം സാധ്യമാകുക? ഓരോ സംസ്ഥാനത്തും സിവിൽ ക്രിമിനൽ നിയമങ്ങളിൽ വൈജാത്യമുണ്ട്. മദ്യവിൽപ്പനയും ഗോഹത്യയും നിരോധിക്കപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. അവ നിയമാനുസൃതമായ സംസ്ഥാനങ്ങളുമുണ്ട്. അടുത്ത ബന്ധമുള്ളവർ തമ്മിലുള്ള വിവാഹം ചിലയിടങ്ങളിൽ നിഷിദ്ധമാണെങ്കിൽ ചിലയിടങ്ങളിൽ അതിന് വിലക്കില്ല. ഓരോ ആദിവാസി വിഭാഗത്തിലും പിന്തുടർച്ചാവകാശങ്ങൾ അടക്കമുള്ള നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഇത്തരം ജാതിമത ഭാഷാ ഭേദങ്ങളെ തിരിച്ചറിയുകയും അവയെ അംഗീകരിക്കുകയുമാണ് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാ വൈവിധ്യങ്ങളെയും തച്ചുടച്ചുകൊണ്ട് ഒറ്റ നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരമാവധി ഹിന്ദു വോട്ടുകൾ സമാഹരിക്കുക, ന്യൂനപക്ഷങ്ങളെ ഭയചകിതരാക്കി നിർത്തുക എന്നതിൽ കവിഞ്ഞ് കേന്ദ്ര സർക്കാരിനും സംസ്ഥാനങ്ങളിലെ BJP സർക്കാരുകൾക്കും മറ്റു ലക്ഷ്യങ്ങൾ ഒന്നും തന്നെയില്ല.